ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? വായിച്ചെടുക്കാൻ ചേട്ടനെ കൊണ്ടോ പറ്റത്തുള്ളൂ. ഇടപ്പള്ളി നിന്ന് തൃക്കോമംഗലത്തേക്ക് പഴയ നാട്ടുരാജ്യമായ കൊച്ചി, എറണാകുളം ഇടപ്പള്ളി പ്രദേശത്താണ് വിഘ്നേശ്വരനായ മഹാഗണപതി ക്ഷേത്രത്തിന്റെ അവകാശികളായ ഇടപ്പള്ളി ഇല്ലത്ത് നിന്നും പടിയടിച്ച് വിട്ട അംബിക എന്ന തള്ളയുടെ എന്ന അന്തർജനമായിട്ട് ഇങ്ങനെ വീഴുന്നതാണ്. ഇതാണ് ഇതിന്റെ തുടക്കം അല്ലേ? തുടക്കം. അവർ ഇവിടെ വന്ന് കൂടുന്നതാണ്. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ കേന്ദ്രമന്ത്രിയും സൂപ്പർ താരവുമായ സുരേഷ് ഗോപി പുതുപ്പള്ളി ഒരു ക്ഷേത്രത്തില് പതിവായിട്ട് വരുന്നുണ്ട്. ആർക്കെങ്കിലും അറിയോ ക്ഷേത്രം ഏതാണ്? എങ്കിൽ നമുക്കിന്ന് ആ ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊന്ന് കാണാം. ഇത് കൊച്ചാലുമൂട് ജംഗ്ഷനാണ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിയണം. പുതുപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് SNDP ഒക്കെ ഉണ്ട്. SNDP ഒക്കെ കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ കൊട്ടാരത്തിക്കടവ് ഞാലിയാകുഴി ബൈപ്പാസ് റോഡിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതാണ് ബൈപ്പാസ് റോഡ്. ഇവിടുന്ന് ലെഫ്റ്റ് പുതുപ്പള്ളി. ഇവിടെയാണ് ശ്രീ വൈഷ്ണവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തൊട്ട് വാഴക്കാലപ്പള്ളി ഒക്കെ അടുത്തുണ്ട്. പള്ളിയുടെ മുന്നിൽ കൂടെയുള്ള വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടുന്ന് വലത്തോട്ട് തിരികെയാണ്. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഒരു ആർച്ചുണ്ട്, ശ്രീ വൈഷ്ണവ ക്ഷേത്രം എന്നും പറഞ്ഞ്. അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഉള്ളിലോട്ടൊരു സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് അധികമാരും ശ്രദ്ധിക്കത്തില്ല, വലത്തോട്ടൊരു ചെറിയ റോഡുണ്ട്. ഇവിടെ ചെറിയ ബോർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വലത്തോട്ടുള്ള ചെറിയ വഴിയെ അങ്ങോട്ട് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴത്തേനാണ് നമുക്ക് അതിമനോഹരമായ ഒരു ചെറിയ ക്ഷേത്രം, ശ്രീ വൈഷ്ണവ ക്ഷേത്രം തൃക്കോതമംഗലം. ഇതാണ് നമ്മുടെ സൂപ്പർ താരമായ സുരേഷ് ഗോപി പല പ്രാവശ്യം ദർശനം നടത്തി. കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പും അദ്ദേഹം ഇവിടെ വന്നു. ഇവിടെ എല്ലാ ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ നട തുറക്കത്തുള്ളൂ. ക്ഷേത്രക്കുളം വളരെ മോശമായിട്ട് കിടക്കുന്നത്, അതുമാത്രമാണ് എനിക്ക് അവിടെ ഒരു മോശമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം വളരെ നല്ല ഒരു ചുറ്റുപാടൊക്കെയാണ്. ക്ഷേത്രത്തിൻ്റെ ഉപദേവതമാരും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ, ക്ഷേത്രവും പരിസരവും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നു. ഒത്തിരി ഉപദേവത പ്രതിഷ്ഠകളുണ്ട്. നല്ല മനോഹരമായ ക്ഷേത്രം തന്നെയാണ്. അപ്പം അവിടെ എന്നും വിളക്ക് കൊളുത്തുന്നുണ്ട് ഒരാൾ, അവിടെ അടുത്തുള്ള ഒരാൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ പിന്നെ മാസത്തിൽ എല്ലാ 1-ാം തീയതി, പിന്നെ ഉള്ളത് നമ്മുടെ 41 മണ്ഡലവ്രത കാലത്ത് മാത്രമാണ് പിന്നെ ക്ഷേത്രത്തിൽ പതിവായിട്ട് നട തുറക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അകവും പരിസരവും എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നു. നമ്മുടെ പുതുപ്പള്ളിയിൽ അങ്ങനെ ആർക്കും ഈ ക്ഷേത്രത്തെ പറ്റി അറിയത്തില്ല. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപത്ത് ചോദിച്ചിട്ട് പോലും ഇങ്ങനെയുള്ള അവർക്കങ്ങനെ അറിയത്തില്ല. ഇത് വലിയ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമല്ല. എങ്കിലും സുരേഷ് ഗോപി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. അതാണ് നമുക്കിനി അറിയേണ്ടത്. ഈ നേരെ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഓഫീസാണ്. പിന്നെ അവിടെ ഒരു സർപ്പക്കാവുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. പരിസരം എല്ലാം സ്വല്പം കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ഒരാൾ ഉണ്ട്, എരവല്ലൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അല്ല, ഈ ക്ഷേത്രം ഉണ്ടാകാനുള്ള കാര്യം എറണാകുളത്തുനിന്നോ അതോ? എറണാകുളത്ത് എടപ്പള്ളി എന്ന് പറയുന്നത്, എറണാകുളം എടപ്പള്ളി. അവിടുന്ന് പോരുന്ന അവിടുന്ന് അതാണ് 850 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ ഒരു തള്ളയായിട്ട് ഇങ്ങനെ പോരുക, അന്തർജനമായിട്ട് പോരുക. അപ്പൊ അവർക്ക് അന്നത്തെ ഇതല്ലേ ആട്ടിത്തുള്ളതുകൊണ്ട് ഈ ആളുമായിട്ട് എന്തോ ഇവർക്ക് സ്നേഹമാണെന്നുള്ള രീതിയിൽ ആ പടിയടച്ച് പിണ്ണം വെക്കുക എന്ന് പറയാം ഇരുത്തുനിന്ന്. അപ്പൊ അതിനെ വിളിച്ചോണ്ട് പോരുക. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇങ്ങനെ ഇവിടെ വന്നില്ല. അത് കഴിഞ്ഞ് ഒരു ചെറുവള്ളി പൊൻകുന്ന് ചെറുവള്ളിക്കാവില്ല, ആ പ്രദേശത്ത് ഇയാൾ വന്ന് അവിടെ പണിക്കൊക്കെ പോയി. കൽപ്പണിയായിരുന്നു പുള്ളിയുടെ ഇത്. അങ്ങനെ പോകുന്ന ആ അമ്പലത്തിൽ അവിടെ ചെറുവള്ളി കുറെ നാൾ നടന്നു. അവിടുന്ന് പിന്നെ അവർ തിരിച്ച് ഇങ്ങനെ കാടമുറി കറുകച്ചാൽ വഴി കാടമുറി അമ്പലത്തിൽ വന്നു. അപ്പൊ അവിടുത്തെ വേലക്കാർ അവിടുത്തെ പൂജാരിമാരാണ് ഇവിടുത്തെ ഈ പെരിഞ്ചേരി. ഇപ്പൊ ക്ഷേത്രത്തിലെ പൂജ നടത്തുന്നത് പെരിഞ്ചേരി ഇല്ലംകാരാണ്. ഇപ്പോഴും പണ്ടും
അപ്പൊ പെരിഞ്ചേരി ഇല്ലത്തുകാരാണ് ഈ പറഞ്ഞ ആളിന് കിടക്കാനുള്ള സൗകര്യം കൊടുക്കുന്നത്. അപ്പൊ ആശാരിപ്പറമ്പ് എന്ന് പേര് വരാൻ കാര്യം ആശാരി ആ പറമ്പിലോട്ട് താമസിച്ചു, തെക്കെ പറമ്പിലോട്ട് താമസിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷേത്രം ആശാരിപ്പറമ്പെന്നാണ് അറിയപ്പെടുന്നത്. തെക്കോങ്ങൽ ആശാരിപ്പറമ്പ് എന്ന ക്ഷേത്രത്തിന്റെ പേര്. എത്ര വർഷമായി കാണും ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട്? ക്ഷേത്രം ആകുന്ന കാര്യം പറയുന്നത്. അപ്പൊ ഇവര് വന്നു കഴിഞ്ഞപ്പം ഇവര് അപ്പം അവിടുത്തെ വേലക്കാരനാണ്, പുറംപുള്ളിക്കാരനാണ് ഈ കണ്ണഞ്ചി എന്ന് പറഞ്ഞ മൂപ്പൻ. അപ്പം അവര് ഇല്ലത്തെന്ന് പറഞ്ഞു കണ്ണഞ്ചി ആചാര്യന്മാരെ ഒക്കെ നോക്കിക്കോണമെന്ന് പറഞ്ഞു കണ്ണഞ്ചിയെ ചുമതലപ്പെടുത്തി വിടുക. അപ്പം ഇങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലെ ഇവർക്ക് 3 പിള്ളേരുണ്ട്, പിള്ളേരുണ്ട്. അതിൽ ഒരാൾ സന്യാസിയായിട്ട് അങ്ങ് മാറുക. ഒരാളുടെ മക്കളാണ് ഞങ്ങളുടെ. പിന്നെ വേറൊരാൾ ഇവിടുന്ന് പിണങ്ങിപ്പോയി. ആ താനാളത്ത് പോയി. അവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അവർക്കും ഉണ്ട് അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ താനാളത്ത് പോയി അവരവിടെ ജീവിക്കുക. അപ്പോൾ അപ്പോൾ 3 പേരുണ്ടായി. പിന്നെ അവർക്ക് 5 ആൺപിള്ളേരാണ്. ആ 5 പേരുടെ മക്കളാണ് ഞങ്ങളിങ്ങനെ ഇപ്പം ഇവിടെ ഇത് നരിമറ്റെന്ന് പറയും. ഒരാൾ ഇവിടെ താമസിക്കുന്നു, ഒരാൾ പിന്നെ കല്ലൂട്ടാങ്കുഴി എന്ന് പറയും, അവിടെ പോയ ഒരാൾ പിന്നെ എറിയാട്ട് പോയി, ഒരാൾ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന് കാണിക്കാൻ വേണ്ടിയില്ല അവിടെ അങ്ങനെ 5 പേരെ 5 സ്ഥലത്താക്കിയിരിക്കുക. അപ്പോൾ അവരെല്ലാം കൂടി എന്തും കൂടാനും ഒക്കെ ആചരിക്കാനും ഒക്കെയാണ് ഒരു ക്ഷേത്രം. അതാ വല്യപ്പൻ്റെ ഇവിടെ വന്ന വല്യപ്പൻ്റെ ആചാരിച്ചുകൊണ്ടിരുന്നു ആദ്യം ആ ക്ഷേത്രം പണിത്. അങ്ങനെ വെള്ളംകുടി അന്നത്തെ കാലത്ത് വെള്ളംകുടിയൊക്കെ വെക്കുമായിരുന്നു. വെള്ളംകുടി അങ്ങനെ ഈ വിഷുവിനും പിന്നെ കർക്കിടഭാവിലൊക്കെ വെള്ളംകുടി വെക്കും. അങ്ങനെ ആ ക്ഷേത്രം ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ എല്ലാവരും 5 പേരും ആരാധിച്ച ഓരോ മൂർത്തികളുണ്ട്. അപ്പം ഈ വന്നയാളാണ് ചെറുവള്ളി വന്ന് താമസിച്ച അവിടുത്തെ ചെറുവള്ളി അമ്മയും കൂടെ ഇവിടെ ഒരു അമ്പലം ഉണ്ടാക്കി. അവിടെ അത് അകത്ത് കയറി കണ്ടില്ല ചെറുവള്ളി. അത് ആ ചെറുവള്ളി അമ്മയ്ക്ക് ഒരു അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ വേറെ എല്ലാ അപ്പന്മാരും ഓരോ പലയിടത്തും ഇവർ ഇതിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ദേവിമാരെ കൂടിക്കൊണ്ട് പോരുക. അവര് അവിടെ പോയി കാണാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ഇവിടെയുണ്ട് പിന്നെ ഇപ്പം പുതിയൊരു അമ്പലം വളർന്നിട്ടുണ്ട്. ദുർഗയാ. ആ ദുർഗയുണ്ട്. അപ്പൊ അവിടെ ഒരു പാല് നിന്ന് ആ പാല വെട്ടിക്കളഞ്ഞിട്ടാണ്. അപ്പൊ അതവിടെ കുറെ വൃത്തികൾ കാണിച്ചിട്ടുണ്ട്. ആ പാല നിർത്തി പണ്ടൊക്കെ കുരി നടത്തിക്കൊണ്ടിരുന്നത് അവിടെയാണ് ഇപ്പൊ ആ ദുർഗയെ കൊണ്ടുപോയി. ദുർഗയുടെ സാധനം അതല്ല കണക്കിന്. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഓരോ ഇരിപ്പാടുണ്ടാക്കി കൊടുത്ത് മഹാവിഷ്ണു വരാൻ കാര്യം അങ്ങനെ ഇങ്ങനെ വന്ന് എന്റെ കാലത്ത് 1982 മെയ് മാസം 24-ാം തീയതിയാണ് മഹാവിഷ്ണുവിനെ പ്രതീക്ഷിക്കുന്നത്. അപ്പം അന്ന് വരെ ഈ അപ്പനെ വല്യപ്പൂപ്പനെ പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ കുടുംബത്തിൽ പോകാന്ന് പറയാം, വല്യപ്പൂപ്പനെ തൊഴാൻ പോകാന്ന് പറഞ്ഞു. 82 മെയ് 24-ാം തീയതിയാണ് ഈ വിഷ്ണുവിനെ കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് അപ്പനുമാരെ അപ്പൊ മറ്റുള്ള ആൾക്കാരും കൂടെ വന്ന് തൊഴാനുള്ള അമ്പലത്തിന് വികസിപ്പിക്കാനാകാൻ വേണ്ടി നമുക്ക് വേറൊരു വിഗ്രഹം എന്തെങ്കിലും വെക്കണമെന്ന് പറഞ്ഞാണ് വിഷ്ണുവിനെ. അപ്പൊ കല്ലമ്പള്ളി എല്ലായിടത്ത് പോയി നോക്കിയപ്പം പറഞ്ഞു ഇങ്ങനെ വിഷ്ണുവിന്റെ ചൈതന്യമുണ്ട്, അതുകൊണ്ട് വിഷ്ണു പൂജ വെക്കണമെന്ന് പറഞ്ഞാണ് വിഷ്ണുവിനെ 82 മെയ് 24-ാം തീയതിയാണ് പ്രതിഷ്ഠ നടത്തുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ കുടുംബക്ഷേത്രം വല്യപ്പൂപ്പനായിരുന്നു അതിന്റെ പ്രധാനം. ഒത്തിരി വികസനങ്ങളൊക്കെ അവിടെ വരാനുണ്ട് അല്ലേ? പിന്നെ ഈ സർപ്പക്കാവ് പുറയിലുള്ള സർപ്പം ഉള്ള ആയില്യത്തിന് സർപ്പപൂജയൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇവര് ഈ 5 പേര് അവർ കൂടി നടത്തിയതാ. ഈ അമ്പലവും ഇതിന്റെ എല്ലാ കാര്യങ്ങളും അവർ നടത്തിയതാണ്. ഈ 5 വീട്ടുകാർ 5 വീട്ടുകാരെന്ന് 5 അപ്പന്മാര്. അന്നത്തെ 5 അപ്പന്മാര്. ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ട് പലയിടത്തും. അവിടെ തിരുവനന്തപുരത്ത് താമസക്കാരുണ്ട്, പിന്നെ വാടൂർ ഇവിടെ 14-ാം മൈൽ അങ്ങനെ പലയിടത്തും ഇവിടുന്ന് പോയി താമസക്കാരുണ്ട്. ഈ ക്ഷേത്രം ഇപ്പം മാസത്തിലൊന്നാണ് അത് നട തുറക്കുന്ന അന്ന് പ്രതിഷ്ഠ വെക്കുന്ന കാലത്ത് പറഞ്ഞ മാസത്തിലൊന്ന് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഈ 41 പറഞ്ഞ ആ ഇതിനും ഇപ്പം പിന്നെ ഞങ്ങളുടെ ഒരു വലിയ പൂവൻ ഇവിടെ ഉണ്ടാകും. പുള്ളി മകൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരാതിരുന്നപ്പം പറഞ്ഞു പുള്ളി ഒരു നേരത്തെ നേർന്ന അവൻ തിരിച്ചു വരണം, അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച തോറും പൂജ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞായറാഴ്ച പൂജ രാവിലെയും വൈകുന്നേരം ഉണ്ടോ? ഉണ്ട്. ബാക്കി എല്ലാ ദിവസവും വിളക്ക് കത്തിക്കണം. ബാക്കി എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാം. 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഏറ്റവും മൂപ്പൻ പോയി വിളക്ക് കത്തിക്കും. ഈ സുരേഷ് ഗോപി ഇവിടെ വരാനുള്ള കാര്യം? സുരേഷ് ഗോപി വരാൻ കാര്യം ഇവിടെ ഒരു പാട്ട് പഠിപ്പിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, നമ്മളെ സഞ്ജയ് എന്ന് പറയുന്ന ഒരു ഗായകനുണ്ട്. അപ്പൊ ഈ എവിടെയോ സുരേഷ് ഗോപിയുടെ ബന്ധത്തിൽപ്പെട്ട എവിടെയോ അവിടെ പാട്ട് പഠിപ്പിക്കാൻ ചെന്നപ്പോ ഈ കൊച്ചു നല്ലപോലെ പാടുകയല്ല. അപ്പൊ കൊച്ചിനോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലൊരു കണ്ണഞ്ചി എന്ന് പറഞ്ഞ മൂപ്പനിരിപ്പുണ്ട്, പുള്ളിയെ ധ്യാനിച്ച് പാടിയാൽ മതി. അപ്പം അവൻ ശരിക്കും കുറച്ച് പാടാൻ തുടങ്ങി. അപ്പൊ ഇത് ഗോപിക്ക് മനസ്സിലാക്കി. അപ്പൊ അത് കണ്ടുപിടിക്കുക, അത് എവിടെയാ അമ്പലം തിരക്കപ്പോഴാണ്
ഇങ്ങനെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുന്നത്. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം വരുന്നത്. അന്ന് ഇവിടെ ആനയും അമ്പാരിയൊക്കെ ആയിട്ട് പുള്ളി അവരെ കാണാതെ തൊഴുത് അന്നേരം പറഞ്ഞു സ്റ്റേജിൽ കയറി പ്രസംഗം. അന്നേരം സപ്താഹം നടന്നുകൊണ്ടിരിക്കുക. അപ്പം സ്റ്റേജിൽ കയറി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് വന്നതല്ല, പുള്ളി രഹസ്യമായിട്ട് വന്ന. പക്ഷെ അത് ഇവിടെ ഭയങ്കര പബ്ലിസിറ്റി ആൾക്കാരെല്ലാം പൂർണ്ണകുമ്പൊക്കെ കൊടുത്ത് നിൽക്കുക. അപ്പൊ ആ പുള്ളി പറഞ്ഞു ഞാൻ അതിന് വന്നതല്ലെന്ന്. പിന്നെ പല പ്രാവശ്യം പുള്ളി വരുന്നത് ആരും അറിയാൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ 2-ാം തീയതി വന്നാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്, ഇലക്ഷന് മുമ്പായിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ എണ്ണുന്നില്ല, വോട്ടെണ്ണ 4-ാം തീയതി വോട്ടെണ്ണ 2-ാം തീയതി സന്ധ്യക്ക് ഇവിടെ വന്നു. അത് ഫോണുണ്ട്. അപ്പൊ 2-ാം തീയതി സന്ധ്യക്ക് വന്ന് ദിവാനായിട്ട് തൊഴുത്. ആദ്യം കണ്ണഞ്ചിയാ തൊഴുതു. അത് കഴിഞ്ഞ് നടക്ക് നേരെ ഭാര്യയും ഭർത്താവ് വന്ന് തൊഴുതിട്ട് അവർ പോയി. അവർ രണ്ടുപേരും കൂടെ വരും. നമുക്ക് പറയാം പുള്ളി വരും, കാണും, പോകും. ഇങ്ങനെ ഒരു ചരിത്രം. ഈ കണ്ണഞ്ചിയുടെ വെള്ളംകുടി എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ്? കണ്ണഞ്ചിക്ക് ആദ്യം വെള്ളം കൂടി കൊടുക്കാന്ന് പറഞ്ഞാൽ എപ്പം പല കാലത്ത് ചെറിയ മീനില്ലേ, കണ്ണത്തിലെ മീനും ഒക്കെ കറി വെച്ച് കൊടുക്കാറ്. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഈ വറപൊടി, അരി പൊടിയും പിന്നെ ഒരു പന്തം കുത്തുക, പിന്നെ നീര് കരിക്ക് അതാ വെള്ളം കൂടിയായിട്ട് വെക്കുന്നത്. അപ്പൊ പലരും ഒത്തിരി പേരും ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്ക് അനുഭവമുണ്ട്. അതിനിങ്ങനെ പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് വെള്ളം കൂടി വെക്കണം. അതാണ് അവിടെ കാണാം ഒത്തിരി ഈ പത്തം ഇവിടെ ഇപ്പം വേറെ ആളാ അതിന്റെ ചുമതല നടത്തുന്നു. നമ്മുടെ ഒരു അന്യനായിട്ട് വരും, അവനായിപ്പോ അതിന്റെ ചുമതല ഈ കണ്ണഞ്ചി വെള്ളം കൂടി. ഇവിടെ ഇപ്പൊ ഈ വൈകിട്ടൊക്കെ വിളക്കത്തിക്കുന്നൊക്കെ ആരാന്നേരം ഇവിടെ ഞങ്ങൾ ഒരു അച്ഛന്റെ ഒരു അന്യനായിട്ട് വരും. ഇപ്പം പ്രായം ഇവിടെ അവിടുന്ന് പോയി എത്തിക്കുന്നു. മൂപ്പ സാധനം ഇവിടെയാണ്. ഞങ്ങളാ ആദ്യത്തെ മകൻ 5 പേരിൽ മൂപ്പന്റെ സാധനം ഞങ്ങൾക്ക് ഇവിടെ കരുമറ്റംകാര്. ഇതിന് ശ്മശാനം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇത് അതല്ലേ അതിലെ കയറി ഇങ്ങോട്ട് വന്നില്ലേ, അതിന്റെ അപ്പുറത്തും ഇങ്ങോട്ട് മാറിയ ശ്മശാനമുണ്ട്. അതുകൊണ്ട് 4 സെന്റ് സ്ഥലം. അതിപ്പം ഞങ്ങൾ കലറയൊക്കെ കെട്ടി അതിനകത്ത് ആരും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പൊ അങ്ങനെ അതിനുണ്ട്. ഈ 41 എല്ലാ ദിവസവും ഈ 41 ദിവസവും ഇതുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു 41 ദിവസം ഭജന ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പണ്ട് ഇവിടുന്നൊക്കെ ഞങ്ങൾ പോകും, സന്ധ്യക്ക് 10 പോകും. ഇപ്പൊ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അപ്പൊ ക്ഷേത്രവും പരിസരമൊക്കെ കുറച്ചും കൂടെ ഉയർച്ച പ്രാപിക്കാനുണ്ടല്ലേ? കുളം കണ്ടോ? കുളം വൃത്തിയാൻ കുളമാ. ആ കുളം നശിപ്പിച്ചത് ഞാൻ കണ്ടപ്പോ വളരെ മോശമായിട്ട് കിടക്കുന്നത്. പിന്നെ ഞാൻ എന്നും പോകുമ്പോ രാവിലെ ഞായറാഴ്ച പോകും. തൊഴാൻ പോകുമ്പോ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് കുളം കാണുമ്പോഴത്തേന് അവിടെ എല്ലാം. അതുപോലെ തന്നെ വിഷ്ണുവിനെ കൊണ്ടു കഴിഞ്ഞാൽ ആളുണ്ടല്ലോ, വിഷ്ണു വന്നു കഴിഞ്ഞാൽ ആലിനെ കാണുന്നത്. അതുവരെ ആലില്ല. ആ വിഷ്ണു വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ആല് ഇങ്ങനെ ഇത്രയും പൊക്കത്ത് ആ ആല ഇപ്പൊ ഇത്രയും 82-ലാണ് ഈ ആല് കാണുന്നത്. ഇപ്പൊ കണ്ടില്ല ആല് കണ്ടത്. ആലും പിന്നെ അതുപോലെ തന്നെ വേറെ ചരിത്രമുണ്ട്. ആലും ഒരു കരിമ്പന ഉണ്ടായിരുന്നു. ആ കരിമ്പന പോയതിന്റെ പകരം ഒരെണ്ണം ഞങ്ങളെ കാണിച്ചു തന്നു. പക്ഷെ പുതിയ വർണ്ണക്കാർ വന്നപ്പോ ഈ മണ്ണെടുത്തപ്പം അതും കളഞ്ഞു. പുറവശം മണ്ണെടുത്തപ്പോഴത്തേന് പുറകല്ലേ സർപ്പക്കാവിലോട്ട് കയറുന്നില്ല. അവിടെ ഒരു ഓഫീസ് കെട്ടിടല്ലേ ഇരിക്കുന്നത്? അതെ, ആ സ്ഥാനത്ത് അവിടെയല്ല ആദ്യം അല്ല കരിമ്പന എന്നത് സർപ്പക്കാവിലോട്ട് കയറിയല്ലേ. അവിടെ ഇപ്പൊ ഒരു തറയുണ്ട്, മണ്ണെടുത്തിട്ടിരിക്കുന്നതായിട്ടൊരു. അവിടെ വേറൊരു തറയുണ്ട്. അതാ അവിടെ ഇത് നിന്ന കരിമ്പന നിന്നല്ലേ. ആ കരിമ്പന മറിഞ്ഞ് തെക്കോട്ടാ പറഞ്ഞ. പക്ഷേ അത് അങ്ങോട്ട് പറഞ്ഞാൽ തീർന്നു, അമ്പലം പോകും. പക്ഷെ അത് തെക്കോട്ട് മറിഞ്ഞു. ആ തെക്കോട്ട് മറിയുന്നതിന് മുമ്പ് ഇത് കാണിച്ച് ഒരു പന. ആ പന കയ്യാലല്ല JCB മണ്ണെടുത്ത് അവനെ കൊണ്ടങ്ങ് കളഞ്ഞു. ഇതൊക്കെ ഒത്തിരി ചരിത്രമുണ്ട്. പലരും ഞാൻ ഈ വെളിച്ചപ്പാടം വരെയൊക്കെ ഉണ്ട് വരുന്ന ചരിത്രം. ഞാനും ഒരു വെളിച്ചപ്പാട് ഇൻഡിക്കാമയായിട്ട് ഞാനും കുറെ നാൾ എടുത്താ. അപ്പൊ അതൊന്നും എല്ലാം വേണ്ടെന്ന് ഒരു ചരിത്രം. ഇവിടെ ഈ ചെറുപള്ളി പകുതി രുദ്രമാല എന്ന് പറയുന്ന പകുതിയാണ് ഞങ്ങളുടെ വലിയ വല്യത്തിന്റെ കാലം തൊട്ട് ഇങ്ങനെ. അപ്പൊ ഇവിടെ തെക്ക വീട്ടിലൊരു പിന്നെ ബസുവിൽക്കര വന്ന് കൊല്ലി. അപ്പം ഈ വെള്ളിത്തിനടുത്ത് ഓടിച്ചെന്ന് സന്ധ്യക്ക് കുടിയും കഴിഞ്ഞ് ഓടിച്ചെന്ന് നക്കി തോർത്തി പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇല്ല. അതിനോട് നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ അനുസരിച്ച് ഓരോ പിന്നെ വിശ്വാസം നമ്മളൊക്കെ പറയല്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും ആർക്കും വലിയ താല്പര്യം ഇല്ലല്ലോ. എല്ലാവരും ദൂര സ്ഥലങ്ങളിലൊക്കെ അല്ലേ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു അറിവിലെന്ന് പറഞ്ഞൊരു ഈ നായർ സമുദായത്തിൽപ്പെട്ട ഈ വല്യപ്പനും ഇവര് ഭയങ്കര കൂട്ടുകാരായിരുന്നു. എവിടെ പോയാലും കിടന്നാലും ഉറങ്ങിയാലും എല്ലാം ഒന്നിച്ച് ഈ നായാട്ടിന് പോകുന്നതൊക്കെ അവരെങ്ങനെയാണ്. അപ്പൊ അവത്തത്തെ ഈ വല്യപ്പന് വെടിവെച്ചപ്പം വല്യപ്പനെ വെടിവെച്ച് ഈ പുള്ളി കൊന്നു. അപ്പം അല്ല വല്യപ്പൻ വെടിവെച്ച ഈ പുള്ളിയെ കൊന്നു. അപ്പൊ ആ പുള്ളിയുടെ ഓർമ്മയ്ക്കാണ് അങ്ങോട്ട് കയറുന്ന ഉടനെ ഒരു തറയുണ്ട്. അറുകുല എന്ന് പറഞ്ഞു അവിടെ ഒരു തറയുണ്ട്. അപ്പൊ
എൻ്റെ കൂടെ നീ പോകല്ലെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിരിക്കുക. അപ്പൊ മറ്റേ തൃക്കോത്തമ്പലത്തിൽ അവര് ഇത് അങ്ങോട്ട് കൊണ്ടുവന്ന നടക്കുക. ഇവിടെ തന്നെ അറിവിലേപ്പൂവൻ, അറിവിലേപ്പൂവൻ എന്നാണ് പറയുന്നത്. വിളിക്കുന്നത്. ഇപ്പൊ ഈ പിന്നെ ഇതിന്റെ ഇപ്പോഴും താന്ത്രിക അവകാശം പെരിഞ്ചേരിമനക്കാരൻ അവരുടെ ആ വസ്തു അത് തന്ത്രി അവര് മേൽശാന്തി ഒക്കെ അവര്. ഇപ്പൊ ഈ ശാന്തിമാരന്നേരം ഈ ഒന്നാം തീയതി മാത്രമേ വരത്തുള്ളൂ അതോ അതായത് ഞായറാഴ്ചയുണ്ട്? ഞായറാഴ്ച ഉണ്ട്. ഞായറാഴ്ചയും ഈ നട തുറക്കുന്ന എന്നൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇപ്പം നട തുറക്കുകയില്ല, ഇപ്പം പോയി വിളക്ക് എത്തിക്കുക, ദിവസം വിളക്ക് എത്തിക്കുകയുള്ളൂ. പിന്നെ ഞായറാഴ്ചയും പിന്നെ പ്രധാന ദിവസം 1-ാം തീയതി അങ്ങനെയുള്ള പ്രധാന ദിവസങ്ങളിലൊക്കെ ഈ അഷ്ടമിരോഹിണി അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളില്ല, അതിനൊക്കെ അന്നൊക്കെ നട തുറക്കും. ചേട്ടൻ എന്നാ പരിപാടി? എനിക്ക് കൽപ്പണിയാണ്. ഇടയ്ക്കുണ്ട് വായിക്കാനൊക്കെ പോകുന്നുണ്ട്. വായനയുണ്ട്. ഇനിയിപ്പോ ഒരു മരണം കഴിഞ്ഞ്. പേരെന്നായിരുന്നു ചേട്ടൻ്റെ പേരിന്? എന്റെ പേര് സദാനന്ദൻ. അപ്പൊ ഇത്രയും വിവരം പറഞ്ഞു തന്നെ വളരെ സന്തോഷം.